MG യൂണിവേഴ്സിറ്റിയുടെ 2019 കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് ഗവർണൻസ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ 33rd ക്വസ്റ്റ്യൻ 33ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ കണ്ടന്റ്സ് ഓഫ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. ഒരു കമ്പനിയുടെ ആധികാരിക രേഖയായ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ അതിന്റെ വകുപ്പുകൾ എന്തൊക്കെയാണ്, കണ്ടന്റ് അതിന്റെ ഉള്ളടക്കം എങ്ങനെയാണ്, ഇതാണ് ചോദ്യം. Memorandum of Association or MOA is a critical document that outlines the fundamental characteristics of a company. ഒരു കമ്പനിയുടെ മൗലിക സ്വഭാവം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു നിർണായക രേഖയാണ്, ഒരു ക്രിട്ടിക്കൽ ഡോക്യുമെന്റ് ആണ് MOA അഥവാ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. അതിന്റെ എസെൻഷ്യൽ കണ്ടന്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഒന്നാമത്തെ ക്ലോസ് എന്ന് പറയുന്നത്, ഈ മെമ്മോറണ്ടത്തിലെ കണ്ടന്റുകൾ പറയുന്നത് ക്ലോസുകൾ എന്നാണ്. ക്ലോസ് 1, ക്ലോസ് 2, ക്ലോസ് 3, ക്ലോസ് 4, ക്ലോസ് 5, ക്ലോസ് 6 എന്നിങ്ങനെ പ്രധാനപ്പെട്ട ക്ലോസുകളാണ് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. ക്ലോസ് 1 നെയിം ക്ലോസ് ആണ്. കമ്പനിയുടെ പേരെന്താണ്? കമ്പനിയുടെ പേര് വളരെ യൂണിക്കായ നെയിം ആയിരിക്കണം. ആ പേരിൽ മറ്റൊരു കമ്പനി ഉണ്ടായിരിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. യൂണിക്കായ പേരായിരിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം ആ പേരിൽ മറ്റൊരു കമ്പനി ഉണ്ടായിരിക്കാൻ പാടില്ല. കമ്പനീസ് നെയിം മസ്റ്റ് ബി യൂണിക് ആൻഡ് ഇറ്റ് ഷുഡ് കംപ്ലൈ വിത്ത് ദ കമ്പനീസ് ആക്ട്. ആ പേര് കമ്പനി ആക്ടില് അംഗീകരിക്കാൻ കഴിയുന്ന പേരായിരിക്കണം. കമ്പനി ആക്ടിൽ ഏതെല്ലാം പേരുകൾ ആവാം, ഏതെല്ലാം പേരുകൾ പാടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനോട് ഒത്തുപോകുന്ന, കംപ്ലൈ ചെയ്തു പോകുന്ന ഒരു പേരായിരിക്കണം. ദ നെയിം മസ്റ്റ് ഇൻക്ലൂഡ് എ സഫിക്സ് ഇൻഡിക്കേറ്റിംഗ് ദ കമ്പനി ടൈപ്പ്. കമ്പനി ഏത് തരം കമ്പനിയാണ് എന്ന് സൂചന നൽകുന്ന ഒരു സഫിക്സ്, പേരിന് ശേഷം ചേർക്കുന്ന ഭാഗത്തെയാണ് സഫിക്സ് എന്ന് പറയുന്നത്. ലിമിറ്റഡ്, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിങ്ങനെയുള്ള ഏതാണോ കമ്പനിക്ക് സ്യൂട്ടബിൾ ആകുന്നത്, ലിമിറ്റഡ് കമ്പനി എന്ന് ചേർക്കണമോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ചേർക്കണമോ അത് ഉൾപ്പെടുത്തിയിരിക്കണം. ക്ലോസ് 2 രജിസ്റ്റേർഡ് ഓഫീസിനെ സംബന്ധിച്ചാണ്. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്? ദി അഡ്രസ് ഓഫ് ദി കമ്പനീസ് രജിസ്റ്റേർഡ് ഓഫീസ്. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിന്റെ അഡ്രസ് എന്താണ്? വിച്ച് മസ്റ്റ് ബി ലൊക്കേറ്റഡ് വിത്തിൻ ദ കൺട്രി. അത് രാജ്യത്തിനകത്തായിരിക്കണം. ദി രജിസ്റ്റേർഡ് ഓഫീസ് സെർവ്സ് ആസ് ദ ഒഫീഷ്യൽ അഡ്രസ് ഫോർ റിസീവിംഗ് നോട്ടീസസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. കമ്പനിക്ക് എന്തെങ്കിലും നോട്ടീസ് അയക്കുകയാണെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസിലേക്കാണ് കിട്ടേണ്ടത്. കമ്പനി രജിസ്ട്രാർക്കോ ഗവൺമെന്റ് അതോറിറ്റീസിനോ ടാക്സ് അതോറിറ്റീസിനോ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിലും കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിലേക്കാണ് അയക്കേണ്ടത്. അതുകൊണ്ട് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ആണ് ക്ലോസ് 2 പറയുക. കമ്പനിയുടെ മെമ്മോറണ്ടം അസോസിയേഷൻ വിവിധ ക്ലോസുകളായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അതില് ക്ലോസ് 3 പറയുന്നത് ഒബ്ജക്റ്റ് ക്ലോസ് ആണ്. അതായത് കമ്പനിയുടെ ലക്ഷ്യം എന്താണ്? For what purpose does the company has formed? കമ്പനി എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്? കമ്പനിയുടെ അതിനെ സംബന്ധിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് വ്യക്തമാക്കിയിരിക്കണം. അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരിക്കണം. It should also have its activities that the company is doing or company wish to do. The object clause defines the scope of the company's operations and powers. കമ്പനിയുടെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, കമ്പനിയുടെ പവേഴ്സ് എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുന്ന, ഡിഫൈൻ ചെയ്യുന്ന ഒരു ക്ലോസ് ആണ് ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുന്നത്. 4ാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് ലയബിലിറ്റി ക്ലോസ് ആണ്. എ സ്റ്റേറ്റ്മെന്റ് ഇൻഡിക്കേറ്റിംഗ് ദ ലയബിലിറ്റി ഓഫ് ദ കമ്പനീസ് മെമ്പേഴ്സ്. കമ്പനിയുടെ ഓഹരി ഉടമകളുടെ ബാധ്യത അത് എത്രമാത്രം എന്ന് വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ദിസ് ക്ലോസ് ടിപ്പിക്കലി സ്റ്റേറ്റ്സ് ദാറ്റ്, ഈ ക്ലോസ് വളരെ പറയുന്നു, അതായത് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദർ ഷെയർസ്. അവരുടെ ഓഹരികളിന്മേൽ അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ദിസ് ക്ലോസ് ടിപ്പിക്കലി സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദർ ഷെയർസ്. അതായത് കമ്പനിയുടെ ഓഹരി ഉടമകളിൽ ഇതുവരെ അടച്ചു തീർത്ത പൈസ എത്ര, ഇനി എത്ര അടച്ചു തീർക്കാൻ ബാക്കിയുണ്ട്, ഇതാണ് ബാക്കിയുള്ളത് മാത്രമാണ് ലയബിലിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇനി അതൊക്കെ വ്യക്തമാക്കണം. 5ാമത്തെ ക്ലോസ് മെമ്മോറണ്ടത്തിലേത് ക്യാപിറ്റൽ ക്ലോസ് ആണ്. എ സ്റ്റേറ്റ്മെന്റ് ഔട്ട്ലൈനിങ് ദ കമ്പനീസ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. കമ്പനിയുടെ അംഗീകൃത മൂലധനം എത്രയാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവന, മൂലധനത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവന ക്യാപിറ്റൽ ക്ലോസിൽ ഉണ്ടായിരിക്കണം. ദിസ് ക്ലോസ് സ്പെസിഫൈസ് ദി മാക്സിമം amount of share capital that a company is authorized to issue. കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കമ്പനി രജിസ്ട്രാർ അടുത്ത് ഇത്ര രൂപ ഞങ്ങൾക്ക് മൂലധനമായി പൊതുജനങ്ങളിൽ നിന്ന് പിരിക്കാൻ അനുവാദം നൽകണം, അംഗീകാരം നൽകണം എന്ന് പറയും, ആവശ്യപ്പെട്ടിരിക്കും. പക്ഷേ രജിസ്ട്രാർ അത് ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റുകളുമായിട്ട് പഠിച്ചതിന് ശേഷം ഈ കമ്പനിയുടെ പ്രോജക്റ്റ് എന്താണ് എന്ന് നോക്കിയിട്ട് ആ പ്രോജക്റ്റിന് അത്രയും ഫണ്ട് ആവശ്യമുണ്ടോ എന്നൊക്കെ പഠിച്ചതിന് ശേഷം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആണ് അവരാവശ്യപ്പെട്ട ഓതറൈസ്ഡ് ക്യാപിറ്റൽ അംഗീകരിക്കുക. അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ഒരു ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആയിരിക്കും രജിസ്ട്രാർ അംഗീകരിക്കുക. എന്തുകൊണ്ട് രജിസ്ട്രാർ അംഗീകരിച്ച ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണോ
അത് മാത്രമേ, അതിനേക്കാൾ 1 രൂപ പോലും കൂടുതൽ പിരിച്ചെടുക്കാൻ കമ്പനിക്ക് അധികാരമില്ല. സോ നാട്ടിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചെടുക്കുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് this clause specifies the maximum amount of share capital that the company is authorized to issue. കമ്പനി പരമാവധി എത്ര രൂപയ്ക്ക് വരെ പിരിച്ചെടുക്കാനായിട്ടുള്ള പെർമിഷൻ രജിസ്ട്രാർ കൊടുക്കുന്നു, ഓതറൈസേഷൻ കൊടുക്കുന്നു, അതിനാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 6ാമത്തെ ക്ലോസ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ആണ്. കമ്പനിയുടെ വരിക്കാരായിട്ട് ചേരുന്ന ഇനീഷ്യൽ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. കമ്പനിയുടെ MOAയിൽ, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും ഇവരെ, ഈ ഇനീഷ്യൽ സബ്സ്ക്രൈബേഴ്സ്. അവരുടെ പേര്, അവരുടെ അഡ്രസ്സ്, അവരുടെ തൊഴില് എന്നിവയൊക്കെ വ്യക്തമാക്കുന്ന, ഷെയർ ഫസ്റ്റ് ടൈം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ, കാരണം അവരാണ് കമ്പനിയെ രൂപീകരിക്കാനുള്ള ആഗ്രഹം ആദ്യമായി അവർക്കാണ് ഉണ്ടായതും, അവരാണ് കമ്പനി രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ. സോ ഈ ഇനീഷ്യൽ സബ്സ്ക്രൈബേഴ്സ് അഥവാ ഇനീഷ്യൽ ഷെയർ ഹോൾഡേഴ്സ്, അവരുടെ പേരും വിവരങ്ങളും അഡ്രസ്സും അടങ്ങുന്ന ഒരു ഡോക്യുമെന്റ് മെമ്മോറണ്ടത്തിൽ ഉണ്ടായിരിക്കണം. ദെൻ അഡീഷണൽ ക്ലോസ് ആണ് വേണ്ടത്. അഡീഷണൽ ക്ലോസ് ഇത് നിർബന്ധമല്ല, ഓപ്ഷണൽ ആണ്. നേരത്തെ പറഞ്ഞ 6 ക്ലോസുകളും സബ്സ്ക്രിപ്ഷൻ ക്ലോസ് അടക്കം എന്തൊക്കെയാണ്? നെയിം ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ലയബിലിറ്റി നെയിം ക്ലോസ്, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് അഥവാ സിറ്റുവേഷൻ ഡൊമിസൈൽ ക്ലോസ് എന്ന് പറയും. രജിസ്റ്റേർഡ് ഓഫീസ് നെയിം ക്ലോസ്, ഡൊമിസൈൽ ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. ഈ 6 ക്ലോസുകൾ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? നെയിം ക്ലോസ്, അതുപോലെ തന്നെ ഡൊമിസൈൽ ക്ലോസ്, കമ്പനിയുടെ ഡൊമിസൈൽ പ്ലേസ് എവിടെയാണെന്ന് അതാണ് പറഞ്ഞു വരുന്നത്. കമ്പനിയുടെ ഒബ്ജക്റ്റ് ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, സബ്സ്ക്രിപ്ഷൻ ക്ലോസ്, 6 ക്ലോസുകൾ കൂടാതെ വേണമെങ്കിൽ കമ്പനിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന അഡീഷണൽ ക്ലോസസ് ആണ്. എന്തൊക്കെയാണ്? ഒന്ന്, ക്ലോസസ് റിഗാർഡിംഗ് ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ സംബന്ധിച്ചുള്ള വകുപ്പുകൾ. ക്ലോസസ് റിഗാർഡിംഗ് ദ കമ്പനീസ് ബോറോയിങ് പവേഴ്സ്, കമ്പനി കടമെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ലോസ് ചേർക്കണമോ? ചേർക്കാം. അത് മെമ്മോറണ്ടത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഒരു നിർബന്ധവും പറയുന്നില്ല, നിയമം പറയുന്നില്ല, കമ്പനി ആക്ട് പറയുന്നില്ല, പക്ഷെ ഓപ്ഷണലാണ്. ക്ലോസ് റിഗാർഡിംഗ് ദ കമ്പനീസ് ഡിവിഡന്റ് പോളിസി, കമ്പനിയുടെ ലാഭവിഹിതം വിതരണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വകുപ്പ് കമ്പനിക്ക് മെമ്മോറണ്ടത്തിൽ ഉൾപ്പെടുത്തണമോ? ഉൾപ്പെടുത്താം. അങ്ങനെയൊന്നും വേണമെന്ന് നിയമം പറയുന്നില്ല. ഇനി സിഗ്നേച്ചർ ആൻഡ് ഓതന്റിക്കേഷൻ എന്ന ഒരു ഭാഗം കൂടിയുണ്ട്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ MOA മസ്റ്റ് ബി സൈൻഡ് ബൈ അറ്റ്ലീസ്റ്റ് 2 സബ്സ്ക്രൈബേഴ്സ്, കമ്പനിയുടെ ചുരുങ്ങിയത് 2 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും അത് സൈൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് പ്രൈവറ്റ് കമ്പനിയുടെ കാര്യത്തിൽ 2 പേരെങ്കിലും, പബ്ലിക് കമ്പനിയുടെ കാര്യത്തിൽ 7 പേരാണ് കേട്ടോ. ഇനി ഓർ 7 ഇൻ ദ കേസ് ഓഫ് പബ്ലിക് കമ്പനി. ആദ്യത്തെ ഇനീഷ്യൽ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. 2 പേരെങ്കിലും ഇനീഷ്യൽ സബ്സ്ക്രൈബേഴ്സ് പ്രൈവറ്റ് കമ്പനിയുടെ കാര്യത്തിൽ സൈൻ ചെയ്തിരിക്കണം, ഒരു സാക്ഷി ഉണ്ടായിരിക്കണം. The signature must be witnessed by at least 1 person. സാക്ഷിയുടെ സാന്നിധ്യത്തിലായിരിക്കണം ഈ കയ്യൊപ്പ്. മെമ്മോറണ്ടത്തിലെ സബ്സ്ക്രൈബേഴ്സ്, ഇനീഷ്യൽ സബ്സ്ക്രൈബേഴ്സ് പ്രൈവറ്റ് കമ്പനിക്ക് 2, പബ്ലിക് കമ്പനിക്ക് 7 ഒക്കെ സൈൻ ചെയ്യണം എന്ന് പറയുമ്പോഴും അത് സാക്ഷിയുടെ സാന്നിധ്യത്തിലായിരിക്കണം. The MOA must be stamped and registered with the relevant authorities. സ്റ്റാമ്പ് ആക്ട് അനുസരിച്ച് അത് റെലവന്റ് അതോറിറ്റീസ് MOA നമ്മൾ സ്റ്റാമ്പ് ചെയ്തിരിക്കണം, കമ്പനിയുടെ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ സെർവ്സ് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് എ കമ്പനി. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ഫൗണ്ടേഷൻ ആണ്. ഔട്ട്ലൈനിങ് ഇറ്റ്സ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, കമ്പനിയുടെ അനിവാര്യ ഘടകങ്ങൾ, സവിശേഷതകൾ, ലക്ഷ്യങ്ങളൊക്കെ അത് ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ ഡോക്യുമെന്റ് ദാറ്റ് മസ്റ്റ് ബി കെയർഫുള്ളി ഡ്രാഫ്റ്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. ശ്രദ്ധാപൂർവ്വം ഡ്രാഫ്റ്റ് ചെയ്യേണ്ട, ശ്രദ്ധാപൂർവ്വം എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു ക്രിട്ടിക്കൽ ഡോക്യുമെന്റ് കൂടിയാണത്. എനുമറേറ്റ് ദ പവേഴ്സ് ഓഫ് a ഡയറക്ടർ ബോർഡ് എന്നതാണ് നെക്സ്റ്റ് essay, 34th question that we will discuss in the next video.